ഇന്ന് ഞാനുണ്ടല്ലോ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ചീരയൊക്കെ അരിഞ്ഞെടുത്ത് വരികയാണ്. അപ്പോൾ അതാ കുട്ടിപ്പട്ടാളങ്ങളാണെങ്കിൽ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതായത് ഈ ചീര നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് കേടുകളൊക്കെ ഭയങ്കര കുറവാണ്. കോഴികൾ ചീര തിന്നണത് ഇങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ നോക്കിയിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുന്ന ടൈമാണ്. ബോഗൻവില്ലയ്ക്ക് നന്നായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ പറമ്പിലിറങ്ങി ഒരു കൊള്ളി പറിച്ചു. അപ്പോൾ ഈ കൊള്ളി നമുക്കല്ല പണിസ്ഥലത്തേക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടേക്ക് കൂട്ടിന് എൻ്റെ കൂടെ ടൈസനായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ കുക്കമ്മറിന് പന്തലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നോക്കിയാൽ നമ്മുടെ ഉള്ളിലേക്ക് ഇതാ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പുതിയതായിട്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ കുക്കമ്പർ. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടക്കായാണ് ഞാൻ ആദ്യം പൊട്ടിച്ചെടുത്തത്. പിന്നെ അതേപോലെ തന്നെ തക്കാളി, പിന്നെ നമ്മുടെ മുളക്, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുറ്റിപ്പയർ അതും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് പൊട്ടിച്ചെടുത്തു. പിന്നെ നിത്യവഴുതിനി കേട്ടോ പിന്നെ പൊട്ടിച്ചെടുത്തത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചീരയ്ക്ക് അരിയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ആവശ്യത്തിന് കുറച്ച് പച്ചക്കറികൾ മാത്രമായിട്ടോ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ ഇത്രയും പച്ചക്കറികളായിട്ടോ നമ്മൾ പൊട്ടിച്ചെടുത്തത്. നല്ല ഭംഗിയായിട്ടോ പൊട്ടിച്ചത്. അപ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു രസമാട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് വീട്ടിൽ പോയി വീണ്ടും നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം കുറച്ച് പച്ചച്ചാണം നന്നായിട്ട് കലക്കി നല്ല വെള്ളം പോലെയായിട്ട് നമ്മളിങ്ങനെ പച്ചക്കറി തൈകൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കൂട്ടോ. അപ്പോൾ ഇത് എത്രയ്ക്കൊക്കെ ഉള്ളോട്ട് നമ്മുടെ വിശേഷം.